ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ കുറച്ച് മുന്നേ നമ്മളൊരു ഗൗണിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ് ആണെന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർ തന്നെ തന്നതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ലൈനിങ്ങുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ നമ്മുടെ മെറ്റീരിയൽ ഇത് 4 ആക്കിയിട്ട് മടക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗൗണാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 13 വയസ്സായ ആൾക്കാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതൊരു ഡ്രസ് കോഡായിരുന്നു. 2 എണ്ണം ഒരേപോലെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ബേബിയുടേതുമായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മളിപ്പോൾ ഇതാ ഇതിൻ്റെ ബോഡി പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു എൻഡ് ഭാഗം ഒന്ന് കറക്റ്റാക്കി വരച്ചതാണ് കേട്ടോ ഞാൻ. എന്നിട്ട് ഇതാ നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 13.5 തോന്നുന്നു കേട്ടോ, 13.5. പിന്നെ ഇതിൻ്റെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യാം, ഷോൾഡറിൻ്റെ ഹാഫ് കേട്ടോ. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ 6.5 കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി വരച്ചതിന് ശേഷം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട്, 10.5 ഇഞ്ച് കേട്ടോ മാർക്ക് ചെയ്ത്. പിന്നെ അതുപോലെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ മെഷർമെൻറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ മാർക്കിങ് ഒന്നും കൂടെ കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സീം അലവൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വീഡിയോ ചെയ്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ നാളായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നേരം വൈകിയത് കേട്ടോ ദിവസങ്ങൾ. അപ്പോൾ എന്തായാലും ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ സ്കേർട്ട് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഫസ്റ്റ് 2 ആക്കി മടക്കിയിട്ട് പിന്നെ അതിനിതാ ഇതുപോലെ കോണാക്കി മടക്കി കൊടുത്തേക്കാണ് കേട്ടോ. ക്രോസിൽ ഇട്ട് കൊടുത്തേക്കാണ്. അമ്പർലാണല്ലോ നമ്മൾ അടിഭാഗം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ക്രോസിലിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗത ഇതുപോലെ 2 മടക്കുണ്ട്. പിന്നെ അടിയിലത്തത് ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ജോയിൻറ്റ് ചിലപ്പോൾ വരും. ലെങ്ത്ത് കുറവുള്ളതാവുമ്പോൾ കുഴപ്പമില്ല, ലെങ്ത്ത് ചിലപ്പോൾ ഇതിൽ നിന്ന് ഫുള്ളായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 7.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ മേലെന്ന് കറക്റ്റാക്കി മാർക്ക് ചെയ്യാണ് കേട്ടോ. മേലെന്ന് എത്രയാണോ ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ളത് അത് റൗണ്ടിൽ മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് 8.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കണം ആ ലെങ്ത്ത്. എന്നിട്ട് ഇതാ ആ റൗണ്ടിന് നമ്മൾ 8.5 ഇങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് ഷേപ്പ് ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് വരച്ചില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൈഡ് ഭാഗം യോക്കിൻ്റെ അവിടെ ചെരിഞ്ഞ് നിൽക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു കർവ് ഷേപ്പ് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് മേലെന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുത്തത് കേട്ടോ. ഇനി ആ മാർക്ക് ചെയ്തില്ലേ അതിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ലെങ്ത്ത് എത്ര ഇഞ്ചാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇത് ആ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അവിടെ എക്സ്ട്രാ മെറ്റീരിയൽ തികയില്ല കേട്ടോ. മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് കുറവാണ് ആ ഭാഗത്ത്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് അങ്ങോട്ടൊക്കെയാണ് ആ ഭാഗത്ത് കുറവ് വന്നിട്ടുണ്ടായിരുന്നതാ. ഇതേപോലെ ഈ 2 പീസ് ഉണ്ടല്ലോ, ഈ ഒരു 2 ലെയറിൻ്റെ ലെങ്ത്ത് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തിട്ട് എത്രയാണോ ലെങ്ത്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടിയിലത്തെ ലെയറുമ്മലാണ് അപ്പോൾ ആ മാർക്കിങ് വരിക. മേലത്തെ 2 ലെയറുമ്മ തുണി കുറവായതുകൊണ്ട് നമുക്കവിടെ മാർക്കിങ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കവിടെ ഒരു പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആ ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ ഇവിടെ 2 ഇഞ്ചിൻ്റെ കുറവുണ്ട് കേട്ടോ ഈ 2 ലെയറിൽ, ഫസ്റ്റത്തെ 2 ലെയറിൽ. അപ്പോൾ അതിന് നമ്മൾ അവിടെ ഒരു 2 പീസ് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ കട്ട് ചെയ്ത ഭാഗം തന്നെ എടുക്കുക കേട്ടോ. എങ്ങോട്ടും മറിക്കി തിരിക്കൊന്നും വേണ്ട. എടുത്തതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു ലാസ്റ്റ് ഒരു ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അടിയിലത്തെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 2 പീസാണല്ലോ, അപ്പോൾ അത് ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് അവിടെ ലാസ്റ്റിൽ ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യണത് 2 പീസാണ്. അതിനെ ജോയിൻ ചെയ്യാനത് ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിലതിന് നല്ല ലെങ്ത് ഉള്ളതിനാണെങ്കിൽ കുറച്ചും കൂടെ വലിയ മെറ്റീരിയലായിരിക്കും കേട്ടോ ജോയിൻ ചെയ്യേണ്ടി വരിക. ഇതിപ്പോൾ 2 ഇഞ്ചിൻ്റെ കുറവായതുകൊണ്ടാണ് ചെറിയൊരു കഷ്ണം ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബലൂൺ സ്ലീവാണ് കേട്ടോ ചെയ്യുന്നത്. എലാസ്റ്റിക് ഇട്ടിട്ടുള്ള ബലൂൺ സ്ലീവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആം ഹോൾ റൗണ്ടാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ പഫാണ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ തുണി കൂടുതലിട്ടു, ഒരു 3.5 ഇഞ്ചൊക്കെ കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 9 ഇഞ്ച് ആം ഹോളിൻ്റെ റൗണ്ട് കൊടുക്കണം. അതിനേക്കാൾ 3 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആം ഹോളിൻ്റെ റൗണ്ടിൻ്റെ അവിടെ കേട്ടോ. പിന്നെ അത് 3.5 ഇഞ്ച് കർവും ഷേപ്പിനുള്ള ആ ഒരു അകലം കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അടിഭാഗത്തേക്ക് നല്ല സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നമ്മൾ ലൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എലാസ്റ്റിക് കൊടുക്കാൻ മെറ്റീരിയൽ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കറക്റ്റ് മെഷർമെൻ്റ് അല്ല, കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് കേട്ടോ ബലൂൺ സ്ലീവ് ആയതുകൊണ്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ലൈനിങ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ലൈനിങ് അതിൻ്റെ ബോഡി പാർട്ട് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയണത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് സ്കേർട്ട് പോർഷനും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് കേട്ടോ ഈ നല്ല കുറവ് വന്നിട്ടുണ്ട്. ലൈനിങ് ആയതുകൊണ്ട് വീതി കുറവുണ്ടാവും കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ അടിഭാഗത്ത് ഇവിടെ ജോയിൻ്റ് ഇത്തിരി കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ കട്ട് ചെയ്തില്ലേ ഫസ്റ്റ്, അതിനേക്കാളും 2 ഇഞ്ച് കുറവിൽ ലൈനിങ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഇതേപോലെ ഇങ്ങനെ 2 ഇഞ്ച് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അടിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് ഭാഗത്ത് കണ്ടോ ഇവിടെ ഒരു 3-4 ഇഞ്ചോളം കുറവ് വന്നിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പീസിനെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യട്ടോ. അടിയിലത്തെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് 1/2 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ജോയിൻ ചെയ്യാനാണ്, ഈ 2 പീസിനെയും കൂടിയിട്ട് ജോയിൻ ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ കോളറാണ് ചെയ്യണത്. 2.5 ഇഞ്ച് ലെങ്ത്തും 2 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വീതിയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് നെക്കിന്. ഫ്രണ്ടിലെ നെക്കാണ് കേട്ടോ ഇത്, അതിൻ്റെ ലെങ്ത്താണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് ബാക്കിൻ്റെ നമ്മൾ സിബ് വെക്കണമല്ലോ ബാക്കിൽ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ 1 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. വിഡ്ത്ത് സെയിം തന്നെ ബാക്കിലത്തെ നെക്കിൻ്റെ കേട്ടോ. നെക്ക് നമ്മൾ കോളർ ആയതുകൊണ്ട് ബാക്കിലെ നെക്കൊന്നും അധികം കുഴിച്ച് വെട്ടണ്ടല്ലോ. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് ലെങ്ത്ത് കട്ട് ചെയ്തിട്ടോ. ഇനി ഇതിൻ്റെ കോളർ ഉണ്ടല്ലോ, ആ കോളറിനുള്ള ഒരു പീസാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതേപോലെ 2 മടക്കാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ ഞാൻ കൂടുതൽ നമ്മളെ കോളറിനേക്കാളും കുറച്ച് കൂടുതൽ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മെഷർമെൻറ്റിനേക്കാളും. പിന്നെ വീതി കറക്റ്റാണ് കേട്ടോ കട്ട് ചെയ്യണത്. നമ്മൾ 2 ഇഞ്ച് വീതിയാണ് കേട്ടോ കോളറിന് കട്ട് ചെയ്യണത്. അപ്പോൾ 2 ഇഞ്ച് വെച്ചാൽ 2 മടക്കാക്കിയിട്ട് 2 ഇഞ്ച് കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ച്. പിന്നെ സീം അലവൻസ് 1/2 ഇഞ്ച്. അപ്പോൾ 4.5 ഇഞ്ച് വീതിയിൽ നമ്മളിതാ ഇതേപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത്ത് നമ്മൾ കോളറിൻ്റെനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്, അവിടെ മടക്കി കൊടുക്കാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ 11.5 ഇഞ്ചാണ് കേട്ടോ നമ്മളെ കോളർ വന്നിട്ടുള്ളത്, ഈ കോളറിൻ്റെ റൗണ്ട് വന്നിട്ടുള്ളത് കേട്ടോ 11.5 ഇഞ്ചാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തില്ലേ അതേപോലത്തെ ഒരു പീസും കൂടെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ ഈ കോളർ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ കോളർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്ലീവാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം ഞാൻ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഇനി ഇതാ ഇതിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ സ്ലീവിൻ്റെ, അതിൻ്റെ എൻ്റെ ഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ലോക്ക് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ ലൈനിങ് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല വീതി കുറച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചില്ലേ സ്ലീവിൻ്റെ മെറ്റീരിയൽ, അത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഈ മെറ്റീരിയൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല വശമൊക്കെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. നല്ല നെറ്റ് പോലത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമ്മൾ കാണൂല. അപ്പോൾ സാറ്റിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ നല്ല വശം മുകളിലേക്കായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മെറ്റീരിയൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ അത് ആം ഹോളിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അത് ജസ്റ്റ് ഈ ഒരു 2 മെറ്റീരിയലും കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ ഈ സ്ലീവിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനേക്കാളും 2 ഇഞ്ചോളം കുറവാക്കിയിട്ട് ലൈനിങ്ങിൻ്റെ ആം ഹോൾ കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ലൈനിങ് കറക്റ്റായിട്ടുള്ള ആം ഹോൾ കട്ട് ചെയ്യുക 9 ഇഞ്ചിൽ. പക്ഷേ നമ്മൾ മറ്റേ മെറ്റീരിയൽ നമ്മൾ 2 ഇഞ്ച് 3 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മെയിൻ മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കവിടെ പ്ലീറ്റ്സ് ഇടാൻ എക്സ്ട്രാ മെറ്റീരിയൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവിൻ്റെ ഭാഗമാണ് ഇനി നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും അങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതൽ മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഓരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എലാസ്റ്റിക് ഇടുന്നതല്ലേ. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ 4 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ലാസ്റ്റിലെ ലൈനിങ്ങിൻ്റെ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തായിട്ട് മറ്റേ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി വലിച്ച് പിടിച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ബലൂൺ സ്ലീവ് നല്ല പഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്ലീവിൻ്റെ എൻ്റെ ഭാഗമൊക്കെ ചെയ്തത് കണ്ടില്ലേ, മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല, അതിനാണ് നമ്മൾ 2 ഇഞ്ച് കുറവിൽ വെട്ടിയത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റേത് 2 സ്ലീവും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ മെയിൻ മെറ്റീരിയൽ രണ്ടും ഒരുമിച്ച് വെച്ചു. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ലൈനിങ്ങിൻ്റെ ഒരു പീസും കൂടെ ഇട്ടു കേട്ടോ. അങ്ങനെ 4ഉം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ലോങ് സ്റ്റിച്ചിൽ ഒന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് അഴിച്ച് കളയും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിബ് വെക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് റഫായിട്ട് കൊടുത്തത്. ഇനി നമ്മളിപ്പോൾ ഇതാ ഈ കൂട്ടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതിന് ശേഷം ഈ ഒരു തയ്യൽ തുമ്പിനെ 2ന് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ സിബിൻ്റെ നല്ല വശം ഇങ്ങനെ അടിയിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കമഴ്ത്തി വെക്കുക സിബിനെ. എന്നിട്ട് ഇത് ആ തയ്യൽ തുമ്പുണ്ടല്ലോ ആ തുമ്പുമ്മൽ കൂടെ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, സിബിൻ്റെ ഒരു ഭാഗം കേട്ടോ. അത് സിബ് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല വശത്തിനെ സിബിനെ അടിയിലേക്കായിട്ട് മറിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം അതിൻ്റെ ഒരു പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ ജസ്റ്റ് ഒരു റഫായിട്ട് കൊടുക്കണതാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച്. ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അത്രയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗം ഉണ്ടല്ലോ അതും മറ്റേ തയ്യൽ തുമ്പിൻ്റെ അടുത്ത വശം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇതേപോലെ കറക്റ്റാക്കി പിടിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ കുറവാവുന്നാവരുത്. ഇതുപോലെ കറക്റ്റാക്കിയിട്ട് പിടിച്ചു കൊടുത്തിട്ട് ഈ ഒരു തുമ്പിൻ്റെ ഭാഗത്ത് കൂടെ നമ്മൾ പൈപ്പിംഗ് ഫൂട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ഇത് റഫായിട്ടാണ് ഈ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത്. ഇത് അഴിക്കില്ല, പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഈ ഒരു 2 ഭാഗവും നമ്മൾ 2 തുമ്പ് ഭാഗത്തുമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇനി ഫസ്റ്റ് ചെയ്തില്ലേ ഒരു സ്റ്റിച്ച്, ഫസ്റ്റ് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ലേ, അത് അഴിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ നമുക്കിത് ഈ ഒരു സിബ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു മെറ്റീരിയൽ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തത് കേട്ടോ. അതിന് ഇപ്പോൾ നമ്മൾ ആ ഒരു ലോങ് സ്റ്റിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാലല്ലേ നമുക്ക് സിബ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ആ ലോങ് സ്റ്റിച്ച് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാ സിബ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടെ തന്നെ വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സിബിൻ്റെ നല്ല ചേർത്തിട്ട് നമ്മൾ ഈ ഇൻവിസിബിൾ സിബ് ചെയ്യണത് അറിയാലോ, നന്നായി അതിൻ്റെ അരികുവശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണത്. മറ്റേ നമ്മൾ റഫായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ പിടിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് നന്നായി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും നന്നായി ഇങ്ങനെ അതുപോലെ തന്നെ ചേർത്ത് അരികു വശം ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് സിബൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഇൻവിസിബിൾ സിബ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തോളണമെന്നില്ല, ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും സിമ്പിളായിട്ട് ചെയ്യാൻ അറിയണവരുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് മാത്രമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എന്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സിബൊന്ന് ജസ്റ്റ് കയറ്റി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി തുണി സിബൊന്നും കാണുന്നില്ല കേട്ടോ, നല്ല അരികോശം ചേർത്തിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ഒരു അടിഭാഗത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ലോക്ക് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നിങ്ങനെ കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് കൊടുക്കണതാണ് സ്റ്റിച്ച്. അപ്പോൾ അതാ ഈ ഒരു ഭാഗം ഫിനിഷ് ആയില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ നെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിത് ഈ ഒരു സിബിനൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിത് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്ര വീതി ലെങ്ത്ത് എന്നൊന്നുമില്ല, നമുക്ക് ലെങ്ത്ത് ഈ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് സിബിൻ്റെ അത്ര ലെങ്ത്ത് വേണം. പിന്നെ അതുപോലെ വീതി ഞാനൊരു 3 ഇഞ്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് കറക്റ്റ് ഒരു വീതി വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ സിബ് കൊടുത്തില്ലേ, ആ തുമ്പ് ഭാഗത്ത് കൂടെ നമ്മളിതാ ഈ ഒരു പീസിനെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സിബ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഒന്ന് കവറായി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വെക്കണത്. ഇനി ഇതാ ഇതുപോലെ ലൈനിങ് മാത്രം പിടിച്ചു കൊടുക്കുക കേട്ടോ. ലൈനിങ്ങിൻ്റെ മുകളിൽ മാത്രമാണ്, മറ്റേ തുണിയൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നീക്കി പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ലൈനിങ്ങിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു സിബിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആയില്ല, തയ്യൽ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയില്ലേ കണ്ട, ഇതേപോലെ കേട്ടോ. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. നമ്മൾ ഇതേപോലെ ഫസ്റ്റ് തുണീനെ സിബിൻ്റെ തുമ്പ് മാത്രം എടുക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ മാത്രമായിട്ടാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണത്. ഇത് ഞാൻ ഏതൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാനിത്. എന്നാലും ഈ ഒരു വീഡിയോ ഫസ്റ്റ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പിന്നെ ആ വീഡിയോ തപ്പണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ ലൈനിങ് മാത്രം പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പീസിൻ്റെ മറ്റേ വശം കൂടിയിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിബ് വെക്കാൻ നന്നായിട്ട് അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മെറ്റീരിയൽ കറക്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലോ, നെക്ക് ഞാൻ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടില്ല, ലൈനിങ്ങിൽ മാത്രമാണല്ലോ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നെക്കിന് ഇതിൻ്റെ ഒപ്പം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നെക്കിൻ്റെ ലൈനിങ്ങിൻ്റെ നെക്ക് ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഈ ഒരു പീസിന് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ നെക്ക് റെഡി ആയിട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, നെക്കിനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ മുകളിൽ കോളറാണല്ലോ വെച്ച് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ ഇല്ല. ഇനി ഞാനിതാ ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ്ങിൻ്റെ മുകളിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു മെറ്റീരിയൽ ഇട്ടിട്ട് നെക്കിനെ റൗണ്ട് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ. ഇത് എക്സ്ട്രാ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇനി കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് ഇതിൻ്റെ മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഷോൾഡർ 1/2 ഇഞ്ച് വീതിയിൽ നമ്മളിതാ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി പിടിച്ചെന്ന് വിചാരിക്കേണ്ടത്, നമ്മൾ കട്ട് ചെയ്യും കേട്ടോ. സെൻറ്ററിൽ ഇതേപോലെ നൂല് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കോളർ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിതാ കോളറിൻ്റെ റൗണ്ട് ഒന്നും കൂടെ മെഷർമെൻറ്റ് എടുത്ത് നോക്കുകയാണ് കേട്ടോ. കോളറിൻ്റെ റൗണ്ട് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ, അതുപോലെ അളവ്. എന്നിട്ട് വേണം നമ്മൾ കോളർ ഫിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഒന്നും കൂടെ വൈഡാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കോളറിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്തല്ലോ, അത് രണ്ടും കൂടിയിട്ട് ലൈനിങ്ങും ഈ മെറ്റീരിയലും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, രണ്ട് വശം. അപ്പോൾ ഇതേപോലെ ഇത് ജസ്റ്റ് ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്നില്ല. നമുക്ക് നീങ്ങി പോവാതിരിക്കാനും കറക്റ്റായിട്ട് ഒരുമിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്യാണ് ലൈനിങ്ങിൻ്റെ കേട്ടോ. ഇനി ഇതിനെ മറിച്ച് ഇതേപോലെ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഡബിളാക്കിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളിതാ കോളറിൻ്റെ ആ നെക്ക് ഉണ്ടല്ലോ, നെക്കിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പീസിനെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഇതിപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് കോളർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ, വേറെ മെത്തേഡിലാണ് ചെയ്യുക. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്കങ്ങനെ അധികം ബലത്തിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ടിനും ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു പീസ് ഉണ്ടല്ലോ കോളറിൻ്റെ, അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/4 ഇഞ്ച് വീതിയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കൂട്ടി പിടിക്കുക, പിരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ പിടിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയണവരാണെങ്കിൽ ബോറടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന 1 ഇഞ്ച് അവിടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഈ ഒരു പീസിൻ്റെ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ 1 ഇഞ്ചോളം ഞാനവിടെ മെറ്റീരിയൽ കൊടുത്തത്. അതിന് ശേഷം കൂടുതലുള്ളതിനെ നമ്മൾ മടക്കിയിട്ട് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കോളർ കറക്റ്റ് ആണോ എന്നൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതാണ് ഞാൻ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതേപോലെ ഇങ്ങനെയാണ് കേട്ടോ ഈ കോളർ വരുന്നത്. അപ്പോൾ കോളറിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഈ ഒരു മെറ്റീരിയലും ലൈനിങ്ങും കൂടിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കറക്റ്റായി കിട്ടാനും ബാക്കി എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ലീവ് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ പഫുള്ള സ്ലീവാണ്, പ്ലീറ്റ്സ് കൊടുക്കുന്നതാണല്ലോ, ബലൂൺ സ്ലീവാണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ എക്സ്ട്രാ വരുന്ന മെറ്റീരിയലൊക്കെ ഇതേപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. ഓൾറെഡി നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ലീവിൽ തന്നെ. ഇനിയിപ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ കുറച്ച് അധികം തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. സ്ലീവൊക്കെ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷമാണ് നല്ല ഭംഗിയിൽ അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വിട്ട് നിൽക്കാനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ലൈനിങ്ങിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ലേ സ്ലീവിൽ തന്നെ, ഇതിൽ അറ്റാച്ച് ചെയ്യണതിന് മുന്നേ. അപ്പോൾ അതിങ്ങനെ രണ്ടും കൂടി വേറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മെറ്റീരിയലും ലൈനിങ്ങും ഇങ്ങനെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി നമുക്കിതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചെസ്റ്റും വേസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സ്ലീവിൻ്റെ അവിടുത്തെ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അവിടെ കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നുള്ള ഭാഗമൊക്കെ ലൂസായിട്ട് തന്നെ കിടന്നോട്ടെ, ബലൂൺ സ്ലീവ് അല്ലേ.
അപ്പോൾ കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നും കൈയുടെ അവിടെ വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മാർക്ക് ചെയ്തതിൽ കൂടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ മെഷർമെൻറ്റിനും സീം അലവൻസ് എത്രയാണ് ഇട്ടത് അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പുറത്തെ വശം നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്ക് പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കോളറൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വർക്ക്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ മെയിൻ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജോയിൻ്റുള്ള പീസ് ഉണ്ടല്ലോ, അത് ആദ്യം കൊടുക്കുക. അപ്പോൾ അതിനിതാ ഈ 2 എണ്ണം കൂടിയിട്ട് 2 പീസാണ് ഇപ്പോൾ വന്നിട്ടുള്ള 2 എണ്ണത്തിനും കൂടി ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ കുറവുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ മെറ്റീരിയലിന് നല്ല വശം ചീത്ത വശമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല വശം ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ചെറിയൊരു പീസ് ജോയിൻറ്റ് വന്നിട്ടുള്ളൂ. ശരിക്കും ലെങ്ത്ത് ഉള്ളവർക്കൊക്കെ ആകുമ്പോൾ, വലിയ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു 3.5 4 5 ഇഞ്ചൊക്കെ ചിലപ്പോൾ പീസ് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ലൈനിങ്ങും നമ്മളിപ്പോൾ ഈ ചെയ്തില്ലേ അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മുകളിലത്തെ പീസും സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഇതിന് വലിയൊരു പീസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് എല്ലാം കൂടി കാണിക്കണില്ല, ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇനി അത് കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കാണിക്കാതിരുന്നത്. പിന്നെ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ 1/2 ഇഞ്ചിന് ഇതുപോലെ ജോയിൻ ചെയ്യാണ് കേട്ടോ. സ്കേർട്ട് പോർഷൻ്റെ വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യണത്. അപ്പോൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അത് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ മെയിൻ മെറ്റീരിയലും നമ്മൾ ജോയിൻ ചെയ്യാണ് കേട്ടോ. വേസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഇനി നമ്മൾ ലൈനിങ്ങും ഈ മെറ്റീരിയലും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ലൈനിങ്ങിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ്ങിന് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്ത 2 ഭാഗങ്ങളുണ്ടല്ലോ, ആ 2 ഭാഗവും സൈഡിലേക്കല്ലേ വരിക. ആ 2 ഭാഗം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെയും മറ്റേ മെറ്റീരിയലിൻ്റെയും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് റൗണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, യോക്ക് പീസ്, അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശം, മേലത്തെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം രണ്ടും കൂടിയിട്ട് ചേർത്തിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഇതേപോലെ നമ്മൾ സൈഡ് വശം കറക്റ്റാക്കി വെച്ച് കൊടുക്കട്ടോ. സ്കേർട്ടിൻ്റെ സൈഡ് നമ്മൾ ജോയിൻ ചെയ്തില്ലേ സ്കേർട്ട് പോർഷൻ്റെ, അതും നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടുത്തെ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതും രണ്ടും കൂടിയിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്കേർട്ട് പോർഷനും ബോഡി പാർട്ടും കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ നീക്കി ഇട്ട് കൊടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ നീക്കി ഇട്ട് കൊടുത്തിട്ട് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയില്ല ആ ഭാഗത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ നിർത്താം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോഡി പാർട്ട് ഇതുപോലെ സ്കേർട്ട് പോർഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽക്കൊരു ബെൽറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് അതേപോലത്തെ തന്നെ വീണ്ടും ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഇട്ടിക്കുകയാണ് കേട്ടോ വരച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കണ്ടില്ലേ കോളറൊക്കെ ഇതുപോലെയാണ്. സ്ലീവ് നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട്, ബലൂൺ സ്ലീവായിട്ട്. പിന്നെ ഇതിൻ്റെ ബെൽറ്റ് വളയാണ് കേട്ടോ, കുട്ടികളുടെ വള ഉണ്ടല്ലോ അതാണ് കേട്ടോ. ബെൽറ്റിൻ്റെ സംഭവം എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഒരു വള വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ബെൽറ്റിന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ അടിഭാഗമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കേർട്ട് പോർഷൻ്റെ അടിഭാഗം ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒക്കെ നമ്മൾ
ഇൻ്റർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ ഓവർലോക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.